ഒക്ടോബർ 1 ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വായനശാലയിൽ ഒരു ക്ലാസ് വേണമെന്ന് വിജയമാഷും ചന്ദ്രൻ സാർ എന്നോടൊന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വിഷയം എന്നോട് തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന വിഷയം എന്ന് പറയുന്നത് വയോജന സംരക്ഷണമാണ്. ഒരു 60 വയസ്സായ വാർദ്ധക്യത്തിലെത്തിയവർക്ക് അങ്ങനെ ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? എന്താണ് അഭിപ്രായം? ആവശ്യമുണ്ടോ? എന്തായാലും പറയട്ടെ, സംരക്ഷണം വേണം അല്ലേ? എന്താണ് ജീവിത യാത്രയിലെ ഏറ്റവും അനിവാര്യമായ കാലഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. നമ്മുടെ യൗവനം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടി ചെലവഴിച്ചിട്ട് നമ്മുടെ ജീവിത സായാഹ്നത്തിലെത്തിയ വയോജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് അല്ലേ? അപ്പൊ ശരിക്കും ഈ ക്ലാസ് ആർക്കാണ് വേണ്ടത്? മക്കൾക്കും പരിമക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ട ക്ലാസ്സാണ്. അപ്പൊ എന്താണ് ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം. എന്ത് 2ാം ശൈശവത്തിലെത്തിയിരിക്കുന്ന എനിക്ക് സംരക്ഷണത്തിന്റെ ആവശ്യമുണ്ടെന്ന് വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കണം എല്ലാവരും. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ക്ലാസ് 5 തരത്തിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ശാരീരിക തലം, മാനസിക തലം, സാമൂഹിക തലം, നിയമപരമായിട്ടും അതുപോലെ തന്നെ ആത്മീയ തലത്തിലും. ശാരീരിക തലത്തിൽ നോക്കാം. ശാരീരിക എന്താ? നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലേ? ഷുഗർ, പ്രഷർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ കാഴ്ചക്കുറവ്, ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ കേൾവിക്കുറവ്, പഴയപോലെ നടക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ തലമുടി നരയ്ക്കുക, അങ്ങനെയുള്ള വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം വേണം. അപ്പൊ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ശരിയായ ആഹാരം, അതുപോലെ തന്നെ ശരിയായ വ്യായാമം, ശരീരശുചിത്വം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക അല്ലേ? കറക്റ്റ് റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ്, ഷുഗർ, പ്രഷർ എല്ലാം നോർമൽ അല്ലേ നോക്കിയിട്ട് കറക്റ്റായിട്ട് കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക. അതിന് അലാം വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിടുകയോ അല്ലെങ്കിൽ എന്താ പേരക്കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിക്കുകയോ ചെയ്യാം. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ. പിന്നെ എന്താണ്, നമുക്ക് പ്രായം കഴിഞ്ഞ് നമ്മൾ വീഴാൻ പോകും അല്ലേ? നമുക്ക് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ വീഴാൻ പോകുന്ന ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്കൊരു വാക്കിംഗ് സ്റ്റിക്ക്, കയ്യിൽ ഒരു വടി കരുതാം നടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ സഹായിക്കുന്ന കുട്ടികളെയോ പേരക്കുട്ടികളോ ആരെങ്കിലും കൂടെ കൂട്ടാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടുവരുന്നത് എന്താ? സോഡിയം പൊട്ടാസ്യം കുറയുക അല്ലേ? അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് രാവിലെ എഴുന്നേറ്റു, നമുക്ക് ഇതൊരു സുഖം തോന്നുന്നില്ല, രാവിലെ എഴുന്നേറ്റ് സുഖം തോന്നുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മക്കളോട് പറയാം, ഇന്ന് എനിക്ക് വലിയ സുഖം തോന്നുന്നില്ല എന്ന് തുറന്ന് പറയാം. എന്നിട്ട് വൈദ്യസഹായം വേണം, അല്ലാതെ മനസ്സിൽ വെച്ചിരിക്കരുത്. പിന്നെന്താണ് വയസ്സായവർക്ക് പറയാൻ പാടില്ല. പിന്നെ നമുക്ക് മലബന്ധമൊക്കെ വളരെ കോമൺ ആയിട്ടല്ലേ? എല്ലാവർക്കും മലബന്ധം കണ്ടുവരുന്നത് വാർദ്ധക്യത്തിലാണ്. അപ്പൊ നമുക്ക് എന്താണ്? പഴങ്ങള്, പച്ചക്കറികള്, നാരുവർഗ്ഗങ്ങള്, ഫൈബർ അടങ്ങിയത് ഒക്കെ കഴിക്കുക. അതുപോലെ ചെറു ചൂടുവെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ എണ്ണയിൽ വറുത്തതൊന്നും അധികം കഴിക്കാൻ പാടില്ല. പിന്നെ എന്താണ്? മത്സ്യമാംസങ്ങൾ ഒഴിവാക്കാം. വെള്ളം ധാരാളം കുടിക്കാം. പിന്നെ ഇവിടെ ഒരു കാലത്തുള്ള പോലെയൊന്നും നമുക്ക് അത്ര ശോഭയൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് വൈകിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കാം. അതായത് 7 മണി, അധികം ലേറ്റ് ആവാണ്ട് 7 മണിക്ക് തന്നെ വൈകിട്ടുള്ള ആഹാരം കഴിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ വൈകിട്ട് അധികം വെള്ളം കുടിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം. എന്നാൽ പകല് ധാരാളം വെള്ളം കുടിക്കാം. എന്നാൽ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറവ് മതി. വെള്ളത്തിൽ ചെറുപുളയോ അല്ലെങ്കിൽ മല്ലിയിട്ട വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. മൂത്രത്തിക്കുഴമ്പുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വെള്ളം ഇതുപോലെ മല്ലി ചെറുപുളയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള സംരക്ഷണം എന്ന് പറയുന്നതാണ് ദന്ത സംരക്ഷണമാണ്. ഇപ്പൊ നമ്മുടെ വായിൽ ചെറിയ കുറ്റിപ്പല്ലൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് പല്ലുവേദന കിട്ടില്ല. അതൊക്കെ കറക്റ്റായിട്ട് ഡെന്റിസ്റ്റ്, ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ശരിയാക്കണം. അതുപോലെ തന്നെയാണ് കണ്ണിലെ തിമിരം, കണ്ണിലുള്ള അസുഖങ്ങളും. അതും കാറ്ററാക്ട് സർജറി മുതലായ സർജറികൾ, അതുപോലെ സർജറി പറ്റാത്തവരാണെങ്കിൽ തുണി മരുന്ന് അതൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പുകവലി, മുറുക്ക്, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടോ ഇവിടെ? അറിയുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒഴിവാക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ശാരീരിക തലത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. രണ്ടാമതായി മാനസിക തലത്തിൽ നോക്കാം. വയസ്സായി, ഇങ്ങനെ കൊണ്ടൊന്നും പറ്റില്ല, ഇങ്ങനെ കൊണ്ടൊന്നും സാധിക്കില്ല, എന്നെ കൊണ്ട് പുതിയതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല, പുതിയതൊന്നും പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ കുറെ മുൻധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? പക്ഷെ അതൊക്കെ ശരിയാണോ? അങ്ങനെ ഉണ്ടോ? അതൊന്നും ശരിയല്ല.
ശരിക്കും നമുക്ക് ഏറ്റവും ആഗ്രഹം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ലേ വാർദ്ധക്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പഠിക്കാൻ, പാട്ട് പഠിക്കാൻ, ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ, അങ്ങനെ നമുക്ക് ആഗ്രഹിച്ച എന്തെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് അല്ലേ. ആരെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ടോ ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്നവരുണ്ടോ? വിജയമാഷ അതുപോലെ പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് പഠിക്കാതിരിക്കുന്നവരുണ്ടോ? എന്തെങ്കിലും പഠിക്കണം ആഗ്രഹിച്ചിട്ട് പഠിക്കാതിരിക്കുന്നവരുണ്ടോ? ആരോഗ്യം. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വേണം. നമ്മൾ പേപ്പറൊക്കെ കണ്ടിട്ടില്ലേ? ഇത്ര വയസ്സിൽ ഡിഗ്രി എഴുതിയിട്ടു, ഇന്നത് അഭ്യസിച്ചു. അപ്പൊ നമുക്ക് അതൊക്കെ സാധിക്കും അല്ലേ. അല്ലാതെ നമ്മളൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരിലാണ് വിഷാദരോഗം, അതുപോലെ ഓർമ്മക്കുറവ് തുടങ്ങിയ അസുഖങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത്. പിന്നെ നമുക്ക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതോറും നമുക്ക് ദേഷ്യം അങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരും. ഇത് സൈക്കാട്രി എന്ന് പറഞ്ഞാൽ തീരെ നമുക്ക് രാവിലെ എഴുന്നേൽക്കാനേ പറ്റുന്നില്ല. അങ്ങനെ വിഷാദരോഗമുള്ള ആൾക്കാർക്ക് കൗൺസിലിംഗ് മുതലായ വൈദ്യസഹായം നേടാനും മറക്കരുത്. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മൂന്നാമതായി നമുക്ക് സാമൂഹിക തലത്തിലുള്ള സംരക്ഷണം നോക്കാം. അപ്പൊ നമ്മുടെ ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ, നമ്മുടെ ഒരേ ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ, നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്നവര്, അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഇതുപോലെ എന്താണ് കലാപരിപാടികൾ, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, യോഗ ക്ലാസ്സുകൾ, അങ്ങനെ മുതലായ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഒരു കൂട്ടായ്മ സാമൂഹിക തലത്തിൽ, അതായത് ഒന്നും ചെയ്യാതെ ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല. സാമൂഹിക തലത്തിൽ നമുക്ക് മുന്നോട്ട് വരാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മളെ സഹായിക്കും. ഒന്നും വേണ്ട, എല്ലാവർക്കും കൂടെ കൃഷി, ടെറസിൽ ഒരു കൃഷി, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് പോലും സാമൂഹിക തലത്തിൽ നമുക്ക് പുറത്തേക്ക് വരാം. പ്രായമായി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി നമുക്ക് നിയമപരമായ സംരക്ഷണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയമപരമായ സംരക്ഷണം. ഇത് ഏതൊരു മുതിർന്ന പൗരന്മാരാണ് നിയമപരമായ സംരക്ഷണം. മെയിൻ്റനൻസ് ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് പ്രകാരം എന്താണ് ഓരോ മുതിർന്ന പൗരനും ആരോഗ്യം, ക്ഷേമം, അവരുടെ വിനോദത്തിനുള്ള അവസരം, ഇതെല്ലാം ചുമതലയാണ്. മുതിർന്ന ഏതൊരു പൗരനെയും നോക്കുക എന്നത് പ്രായപൂർത്തിയായ മക്കളുടെ ചുമതലയാണ്. അവരുടെ മക്കളില്ലാത്ത പക്ഷം അവരുടെ സ്വത്ത് കൈവശം ചിന്തിക്കുന്നവർക്കും ഈ ചുമതല ഏറ്റുവരും. അപ്പൊ എന്താണ് മുതിർന്ന മക്കൾ, പ്രായപൂർത്തിയായ മക്കൾ നമ്മൾ നോക്കണം. അത് ഈ ആക്ടിൽ പറയുന്ന അവരുടെ ചുമതലയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ പ്രായമായി എന്ന് വിചാരിച്ച് നമ്മുടെ സ്വത്തൊക്കെ നമ്മുടെ മക്കളുടെ എല്ലാം എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത്രയേ ഉള്ളൂ. കാരണം നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾക്ക് കാലശേഷം സ്വത്തുക്കൾ മക്കളുടെ പേര് കാലശേഷം എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നതായിരിക്കും നിയമപരമായിട്ടും നല്ലത്. അവസാനമായി ആത്മീയ തലത്തിൽ. ആത്മീയ തലത്തിൽ എന്താണ്? വയസ്സായി കഴിഞ്ഞ് നമ്മൾ ദേവാലയങ്ങൾ സന്ദർശിക്കാം, ക്ഷേത്രം, അതുപോലെ മതഗ്രന്ഥങ്ങൾ വായിക്കുക. അങ്ങനെയുള്ള ആത്മീയ തലത്തിലുള്ള സംരക്ഷണവും നമുക്ക് അത്യാവശ്യമാണ്. നമുക്കറിയാം നമ്മുടെ ഈ ശരീരം ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ നമ്മളുടെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ദൈവത്തിനുള്ളതല്ലേ. അപ്പൊ എന്താണ് നമ്മൾ പറയില്ലേ യോഗയിലെ ജീവാത്മാവും പരമാത്മാവും ഒന്നാവലാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറയില്ലേ നമ്മള്. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടണം. ഉദാഹരണത്തിന് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രി ഉറക്കം വരുമോ? കുറെ കാര്യങ്ങൾ ബാക്കി ചെയ്തു തീർക്കാനുണ്ട്. എങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് രാത്രി ഉറക്കം വരുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മരിക്കാൻ പറയുന്നത് വാർദ്ധക്യം പോലെ തന്നെ അനിവാര്യമല്ലേ മരണം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളെ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ്? ഇതുപോലെ തന്നെ അമ്പലങ്ങളും ഗ്രന്ഥങ്ങളിലൊക്കെ പോയി ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ആത്മീയ തലത്തിൽ ഉയരണം. അപ്പൊ ആത്മീയ സംരക്ഷണവും ഒപ്പം തന്നെ ആവശ്യമല്ലേ? എന്താ അഭിപ്രായം? അല്ലേ? സ്ഥിരമായി അമ്പലത്തിൽ പോകുന്നവരുണ്ടോ?
ആർക്കെങ്കിലും സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്ലാസ് അവസാനിപ്പിക്കാം. നന്ദി. വളരെയധികം നന്ദി.